ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്ന നീ ഒരു നിശബ്ദതയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നെനിക്കറിയാം. ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും, പക്ഷെ ഉത്തരങ്ങളൊന്നും കേൾക്കാൻ കഴിയില്ല. ആ നിശബ്ദതയാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. അത് യാദൃശ്ചികമല്ല, കാരണം ശിവൻ വിളിക്കുന്നതും മൗനത്തിലൂടെയാണ്. നമ്മൾ ചോദിക്കുന്നു, ശിവ, നീ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? എന്റെ കണ്ണീരുകൾ നീ കാണുന്നില്ലേ? എനിക്കിത്രയും പരീക്ഷണങ്ങൾ വേണ്ടതുണ്ടായിരുന്നോ? എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് ശബ്ദത്തിലുള്ള മറുപടി ശിവൻ ഒരിക്കലും തരാറില്ല. കാരണം വാക്കുകളാൽ പറയാൻ കഴിയാത്ത ആഴമാണ് ശിവന്റെ മൗനത്തിനുള്ളത്. ശിവൻ സംസാരിക്കാത്തത് അവഗണന കൊണ്ടല്ല. അവൻ മൗനം പാലിക്കുന്നത് നിന്നെ അകത്തേക്ക് വളർത്താനാണ്. നിന്റെ ഉള്ളിലെ ധൈര്യം, നിന്റെ ഉള്ളിലെ ശാന്തത, നിന്റെ ഉള്ളിലെ വിശ്വാസം, ഇവയെല്ലാം ഉണർത്താൻ. നീ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാകും, എല്ലാവരും ചുറ്റുമുണ്ടായിട്ടും നീ ഉള്ളിൽ ഒറ്റപ്പെട്ടതായി തോന്നിയ രാത്രികൾ. ഒരാളോട് പോലും തുറന്നു പറയാൻ കഴിയാത്ത അത്രയും ഭാരമുള്ള നിമിഷങ്ങൾ. അന്നൊക്കെ നീ കരുതിക്കാണും, എനിക്ക് ശിവൻ പോലുമില്ലല്ലോ. പക്ഷേ സത്യമതല്ല. ആ മൗനത്തിനുള്ളിൽ ശിവൻ നിന്നെ ചേർത്തു പിടിച്ചിരിക്കുകയായിരുന്നു. ലോകം ശബ്ദം വെച്ച് വിജയിക്കുമ്പോൾ ശിവൻ മൗനത്തിലൂടെയാണ് മനുഷ്യനെ മാറ്റുന്നത്. നീ പ്രതികരിക്കാതെ പിടിച്ചുനിന്ന നിമിഷങ്ങൾ, നീ പ്രതികാരം ഉപേക്ഷിച്ച സമയങ്ങൾ, നീ ദൈവത്തെ കുറ്റപ്പെടുത്താതെ മുന്നോട്ടു നടന്ന ദിവസങ്ങൾ, ഇതെല്ലാം ശിവന്റെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളാണ്. ഈ ലോകം നമ്മെ പഠിപ്പിച്ചത് പെട്ടെന്നുത്തരം കിട്ടണമെന്നാണ്. പക്ഷേ ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത് കാത്തിരിപ്പിന്റെ മഹത്വമാണ്. ശിവന്റെ മൗനം നിനക്ക് ശിക്ഷയല്ല, അത് പരിശീലനമാണ്. നാളെ നിന്റെ ജീവിതം മാറുമ്പോൾ ആ മാറ്റം കൈകാര്യം ചെയ്യാൻ നിന്നെ അകത്തുനിന്ന് ശക്തനാക്കാനുള്ള ഒരു ദൈവീക ഒരുക്കം. ഇന്നീ സന്ദേശം ആരംഭിക്കുമ്പോൾ നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം. ശിവൻ മൗനം പാലിക്കുന്നിടത്ത് അവൻ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുകയാണ്. ഈ യാത്രയിൽ നാം ശിവന്റെ മൗനത്തിന്റെ ആഴത്തിലേക്ക് പോകുകയാണ്. ശ്രദ്ധയോടെ കേൾക്കൂ. മൗനം തന്നെ ഇന്ന് നിന്നോട് സംസാരിക്കും. ഹരഹര മഹാദേവ. മനുഷ്യൻ വാക്കുകൾ കൊണ്ട് മറയ്ക്കുന്നത് ശിവൻ മൗനം കൊണ്ട് വെളിപ്പെടുത്തുന്നു. ജീവിതത്തിൽ ഉത്തരങ്ങൾ തേടി നീ അലഞ്ഞപ്പോൾ വാക്കുകളായി മറുപടി കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം ശിവൻ നിന്നെ ഉപേക്ഷിച്ചു എന്നല്ല, അവൻ നിന്നെ അകത്തേക്ക് നോക്കാൻ വിളിക്കുകയാണ്. ശിവന്റെ മൗനം മനുഷ്യനെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് തിരിക്കുന്ന ശക്തിയാണ്. മനുഷ്യൻ സംസാരിക്കുന്നത് പലപ്പോഴും അവന്റെ അസ്വസ്ഥതകളാണ്. ശിവന്റെ മൗനം അവന്റെ സമാധാനമാണ്. ലോകം ബഹളം വെക്കുമ്പോൾ ശിവൻ നിശബ്ദനാകുന്നു. കാരണം സത്യം ശബ്ദമുയർത്തേണ്ടതില്ല. നീ ജീവിതത്തിൽ പല അന്യായങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. നീ ചോദിച്ചിട്ടുണ്ടാകും, ശിവ, നീ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ആ നിമിഷത്തിലാണ് ശിവൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്നത്, നിന്റെ ഉള്ളിലെ ധൈര്യം വളർത്താൻ. ശിവന്റെ മൗനം ഒരു പരീക്ഷയാണ്. നീ മറുപടി കിട്ടാതെ വിശ്വാസം നിലനിർത്തുന്നുണ്ടോ എന്നറിയാൻ. വാക്കുകളില്ലാതെ, അടയാളങ്ങളില്ലാതെ നീ അവനെ വിശ്വസിക്കുന്നുവെങ്കിൽ നീ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ശിവന്റെ ആദ്യ പാഠം ഇതാണ്: എല്ലാം പറഞ്ഞു തരേണ്ടതില്ല, ചിലത് അനുഭവിച്ചു മനസ്സിലാക്കണം. മൗനം ബലഹീനതയെന്ന് പലർക്കും തോന്നും. പക്ഷേ ശിവന്റെ മൗനം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. കാലകൂടവിഷം കണ്ടത്തിൽ സൂക്ഷിച്ച ശിവൻ വേദനയെപ്പറ്റി പരാതിപ്പെട്ടില്ല. അവൻ മിണ്ടാതിരുന്നതാണ് ലോകത്തെ രക്ഷിച്ചത്. ജീവിതത്തിൽ നീ സഹിച്ച വേദനകൾ, നീ പുറത്തു പറയാതിരുന്ന വാക്കുകൾ, അവയെല്ലാം നിനക്കുള്ളിലെ ശിവത്വത്തെ വളർത്തുന്ന ഘട്ടങ്ങളാണ്. പ്രതികരിക്കാമായിരുന്ന നിമിഷങ്ങളിൽ നീ മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നഷ്ടമല്ല, അതൊരു ശേഖരണമാണ്. ശിവൻ തന്റെ അനുഗ്രഹങ്ങൾ ശബ്ദത്തിലൂടെയല്ല, മൗനത്തിലൂടെ ഒരുക്കുന്നു. നീ എല്ലാം സഹിച്ചു മുന്നോട്ടു പോയാൽ ഒരു ദിവസം കാലം തന്നെ നിന്റെ വാക്കായി സംസാരിക്കും. അന്ന് നീ ഒന്നും പറയേണ്ടതില്ല, നിന്റെ ജീവിതം തന്നെ സാക്ഷ്യം പറയും. ശിവന്റെ മൗനം നമ്മെ പഠിപ്പിക്കുന്നത് നിയന്ത്രണമാണ്. വാക്കുകളുടെ നിയന്ത്രണം, വികാരങ്ങളുടെ നിയന്ത്രണം, അഹങ്കാരത്തിന്റെ നിയന്ത്രണം. നീ എല്ലാം പറയാതെ പിടിച്ചു നിൽക്കുമ്പോൾ നീ ഉള്ളിൽ നിന്ന് ശക്തനാകുകയാണ്. ഈ ശക്തിയാണ് ശിവൻ തന്റെ ഭക്തനിൽ ആദ്യം പകരുന്നത്. നീ പ്രാർത്ഥിച്ചു, പക്ഷേ ഉത്തരമുണ്ടായില്ല. നീ കരഞ്ഞു, പക്ഷേ മാറ്റം കാണാനായില്ല. അപ്പോൾ നിനക്ക് തോന്നിയിരിക്കാം, ശിവൻ മൗനം പാലിക്കുന്നു. എന്നാൽ ആ മൗനം നിരാകരണമായിരുന്നില്ല, അത് രൂപീകരണമായിരുന്നു. ശിവൻ നിന്റെ ജീവിതത്തിൽ
ചില ഉത്തരങ്ങൾ വൈകിപ്പിച്ചത് നിനക്കാ ഉത്തരങ്ങൾ കൈകാര്യം ചെയ്യാൻ ശക്തിയുണ്ടാകാൻ വേണ്ടിയാണ്. ഉടൻ ലഭിക്കുന്ന ഉത്തരം നമ്മെ സന്തോഷിപ്പിക്കും, വൈകി ലഭിക്കുന്ന ഉത്തരം നമ്മെ മാറ്റും. ശിവന്റെ മൗനം നമ്മെ മാറ്റുകയാണ്. നീ ഓരോ ദിവസവും തകരാതെ എഴുന്നേൽക്കുന്നത് ഉള്ളിൽ നിന്നും കിട്ടുന്ന ഒരു ശാന്തത. ഇതൊക്കെയും ശിവൻ മൗനത്തിലൂടെ നിനക്കു നൽകുന്ന അനുഗ്രഹങ്ങളാണ്. നിന്റെ ജീവിതത്തിലെ ചില ചോദ്യങ്ങൾക്ക് ഒരിക്കലും വാക്കുകളായി ഉത്തരം കിട്ടില്ല. പക്ഷേ ഒരു ദിവസം നീ തിരിഞ്ഞു നോക്കുമ്പോൾ ആ മൗനം തന്നെ ഉത്തരമായിരുന്നെന്ന് മനസ്സിലാകും. ശിവന്റെ മൗനം നമ്മെ കാത്തിരിക്കാൻ പഠിപ്പിക്കുന്നു, വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു. ശിവന്റെ മൗനം മനസ്സിലാക്കിയ ഭക്തൻ ലോകത്തിൽ ഒറ്റപ്പെടുന്നില്ല. അവനുള്ളിൽ സമ്പൂർണനാകുന്നു. പ്രശ്നങ്ങളുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും. പക്ഷേ അവനെ തകർക്കാൻ ഒന്നിനും കഴിയില്ല. കാരണം അവന്റെ ഉള്ളിൽ ശിവന്റെ ശാന്തത വേരൂന്നിയിരിക്കുന്നു. ലോകം ശബ്ദത്തിലൂടെ വിജയത്തെ അളക്കുമ്പോൾ ശിവൻ മൗനത്തിലൂടെ മനുഷ്യനെ അളക്കുന്നു. നീ ശബ്ദമില്ലാതെ ശരിയായ വഴി തിരഞ്ഞെടുത്താൽ നീ ശിവന്റെ വഴിയിലാണ്. ശിവൻ കൈവിടാത്തവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അടയാളം ഇതാണ്: അവർ ഉള്ളിൽ നിന്ന് തകരാറിലാകില്ല. ഇന്ന് നീ മൗനം അനുഭവിക്കുകയാണെങ്കിൽ ഭയപ്പെടേണ്ട. അതവസാനമല്ല, അത് രൂപപ്പെടലാണ്. ശിവന്റെ മൗനം ശിക്ഷയല്ല, അനുഗ്രഹമാണ്. അതിനെ മനസ്സിലാക്കുന്ന നിമിഷം മുതൽ നിന്റെ ജീവിതം മാറിത്തുടങ്ങും. ഹര ഹര മഹാദേവ. ഇത്രയും നേരം നീ മൗനത്തെക്കുറിച്ച് കേട്ടു. പക്ഷേ സത്യത്തിൽ നീ കേട്ടത് നിന്റെ തന്നെ ജീവിതത്തിന്റെ പ്രതിധ്വനികളായിരുന്നു. നീ ഒറ്റയ്ക്ക് കരഞ്ഞ രാത്രികൾ, നീ ചോദിച്ചിട്ടും ഉത്തരം കിട്ടാതെ പോയ പ്രാർത്ഥനകൾ, നീ സഹിച്ചിട്ടും ആരും തിരിച്ചറിയാത്ത വേദനകൾ, ഇവയൊന്നും പാഴായിട്ടില്ല. ശിവന്റെ മൗനം ഒരിക്കലും ശൂന്യമല്ല. അത് നിറഞ്ഞിരിക്കുന്നു കരുണയാൽ, ശക്തിയാൽ, സമാധാനത്താൽ. ഇന്നും നിന്റെ ജീവിതത്തിൽ എല്ലാം ശരിയാകാത്തതുപോലെ തോന്നിയേക്കാം. ഇന്നും നീ കാത്തിരിപ്പിലാണ് എങ്കിൽ അത് പരാജയമല്ല, അത് മാറ്റത്തിനു മുൻപുള്ള നിശബ്ദതയാണ്. ശിവൻ ഒരാളെ അനുഗ്രഹിക്കുമ്പോൾ അവനെ ആദ്യം മൗനം സഹിക്കാൻ പഠിപ്പിക്കും. കാരണം മൗനം സഹിക്കുന്നവന് ജീവിതത്തിലെ ഏത് ശബ്ദത്തെയും താങ്ങാൻ കഴിയും. നീ ഓർക്കേണ്ടത് ഒരു കാര്യമാണ്: ശിവൻ ഒരിക്കലും തന്റെ ഭക്തനെ വാക്കുകളാൽ ആശ്വസിപ്പിക്കാതെ വിട്ടുകളയുന്ന ദൈവമല്ല. അവൻ പ്രവർത്തിക്കുന്നത് ഉള്ളിലെ മാറ്റങ്ങളിലൂടെയാണ്. നീ ഇന്ന് ശക്തനാകുന്നുണ്ടെങ്കിൽ അത് നീ ശിവന്റെ മൗനത്തിനുള്ളിൽ ദീർഘകാലം ജീവിച്ചതിനാലാണ്. നീ ഇന്ന് തകരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശിവൻ നിന്നെ ഉള്ളിൽ നിന്ന് പണിതെടുത്തതുകൊണ്ടാണ്. ഒരു ദിവസം നിന്റെ ജീവിതം ശാന്തമായി മാറും. ആ സമയത്ത് നീ ശബ്ദത്തോടെ ശിവനെ വിളിക്കേണ്ടതില്ല. നിന്റെ ജീവിതം തന്നെ അവന്റെ സാന്നിധ്യത്തിന്റെ സാക്ഷ്യമായിരിക്കും. ഇന്ന് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നീ ഒറ്റയ്ക്കല്ലെന്ന് ഒന്നോർക്കൂ. മൗനത്തിനുള്ളിൽ നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ശിവന്റെ മൗനം നീ മനസ്സിലാക്കിയ നിമിഷം മുതൽ ഭയം നിന്നെ വിട്ടുപോകും. വിശ്വാസം നിന്നിൽ വേരുറയ്ക്കും. ഹര ഹര മഹാദേവ.